ഇത് TVS എൻഡോർക്കിൻ്റെ കാർബറേറ്റർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇളക്കുവാണ്. വെള്ളം കയറി വന്നതാണ്. ഇവിടെ കളിച്ച വെള്ളമാണ്, മൊത്തം വെള്ളമാണ്. കളയാം. ഓറി പതുക്കെ അടപ്പനാത്തൊരു ഓറിങ്ങാണ്. പതുക്കെ നമുക്ക് പൊക്കിയെടുക്കാം. ഇത് പെട്രോൾ വേണ്ടത് മാറ്റി വെച്ചേക്കാം. ഓറിങ് ഐറ്റങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പെട്രോൾ വെച്ച് കഴിവരുത്. ഈ സൈഡിൽ ചെറിയൊരു നീട്ടിൽ വരുന്നുണ്ട്. സൈഡിൽ പതുക്കെയാണ് പൊക്കിയെടുക്കാം. നമുക്ക് മെയിൻ ജെറ്റ് ഇളക്കാം. മെയിൻ ജെറ്റ് ഇളക്കുമ്പോൾ നമുക്ക് താഴെ നമുക്ക് അതിൻ്റെ സ്പാട്ട് കൊണ്ട് പിടിച്ചുകൊണ്ട് മേളിലത്തെ ജെറ്റ് ഫസ്റ്റ് ഇളക്കുക. ഇങ്ങനെ ഊരെടുത്ത് ക്ലീൻ ചെയ്യുക. ഇത് നനച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്യാം. മേളിലത്തെ ആ ജെറ്റ് ഇളക്കുക. മെയിൻ ജെറ്റാണിത്. ഇങ്ങനെ ക്ലീൻ ചെയ്താൽ നല്ല കണ്ടില്ല. അത് ക്ലാവ് ഇരിക്കുക, വെള്ളം കയറിയിട്ട്. സ്ലോ സ്പീഡ് ജെറ്റ് കൂടെ നമുക്കൊന്ന് നടക്കാം. ഇത് എടുക്കാതിരുന്ന വണ്ടിയും കൂടിയാണ്. ക്ലാവ് പിടിച്ചു പോയി, വെള്ളത്തിനകത്ത് കിടന്ന്. നമുക്ക് ഈ ഒരു സ്ലോ സ്പീഡ് സ്പൂൺ കൂടെ ഇളക്കാം. സ്ലോ സ്പീഡ് മുറുക്കുന്ന ആ ബോൾട്ട് കൂടെ ഇളക്കാം. നമുക്ക് സൂക്ഷിച്ച് ഇളക്കണം. അതിനകത്തൊരു സ്പ്രിങ് വരും. സ്പ്രിങ് ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു ഓറിങ് വരും. അതുകൊണ്ടോ അത് പൊടിഞ്ഞു പോയിട്ടുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമുക്കത് ഓറിങ് കിട്ടും. അതിന് മേടിച്ചിട്ടാൽ മതി. നമുക്ക് മൈലേജ് ട്യൂൺ ചെയ്യുന്ന സ്ക്രൂ ആണത്. ഇത് പതുക്കെ നമുക്ക് ഇളകാം. ഇത് പതുക്കെ ഊരുക. അതിനൊക്കെ ഒരു ഓറിങ് ഉണ്ട്, ഒരു സ്വിങ് വരുന്നുണ്ട്. ഇതിനകത്തൊരു വാഷറും ചെറിയൊരു ഓറിങ് ഉണ്ട്. അതുകൊണ്ടോ നോക്കാം. നമുക്ക് കാർബോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സെറ്റും അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഓടാൻ നിൽക്കണ്ട. ചെറിയ സെറ്റ് എടുത്താൽ മതി. ചെറിയ എമരി പേപ്പർ, ചെറിയ ബ്രഷുകൾ. ഇത് കാർബോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമേ മാറ്റി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ആ ഓറിങ് ഇളക്കാൻ പിന്നെ ഒന്ന് വളച്ച് വെച്ചേക്കുക. നമുക്ക് ഇതിനകത്തിട്ട് ഇതിനകത്ത് ആ ഓറിങ്ങും ആ വാഷറുണ്ടോ നമുക്ക് നോക്കണം. അതാ കാണുന്നുണ്ടല്ലോ ഒരു വാഷർ. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ഓറിങ് വരും. ചെറിയൊരു ഓറിങ്ങാണ്. ഇത് പോവരുത്. ഇത് വേണം. എല്ലാവരും കാർബോട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സാധനം ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര ട്യൂൺ ചെയ്ത് വെച്ചാലും കുറച്ച് ഓടുമ്പോൾ വൈബ്രേഷൻ കൊണ്ട് ലൂസ് ആവുകയോ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ട്യൂണിങ് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് നമുക്ക് മൈലേജ് വ്യത്യാസം വരും, പുള്ളിങ് വ്യത്യാസം വരും. ഒരുപാട് വണ്ടിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സാധനങ്ങളില്ല. ഇതുകൊണ്ട് നമുക്ക് പണിയുന്നവരെ കുറ്റം പറഞ്ഞു കൊടുക്കുക. അവർ പണിയുന്ന മേശിരിമാരെ വൃത്തിയായിട്ടൊക്കെ ആയിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ പണിയെ തന്നെ ബാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ട്യൂൺ ചെയ്ത് എല്ലാം കൊടുക്കും ചില മേശിരിമാർ. പക്ഷെ ചില സാഹചര്യം കൊണ്ട് ഇത് ശ്രദ്ധിക്കത്തില്ല. കുറച്ച് ഓടിപ്പോകുമ്പോൾ അത് പമ്മൽ, മിസ്സിങ് ഇങ്ങനെ കാണിക്കും. പണിഞ്ഞവരെ കുറ്റം പറയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ വയ്ക്കരുത്. ഇത് ഇത്ര ശ്രദ്ധിക്കും, ഇത്രേ ഉള്ളൂ. ഇത് നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. നമുക്ക് ക്ലാവ് ചെയ്ത് നമുക്ക് ടിന്നറിനകത്ത് ഇട്ട് വയ്ക്കാം. ഇത് ഞാനൊന്ന് ചെയ്ത് വെച്ചതാണ്. ടിന്നറൊക്കെ ഇട്ട് വെച്ച് നമുക്ക് ഇങ്ങനെ കാർബറേറ്റർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടിന്നറിനകത്ത് ഇട്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ 2.5 ലിറ്ററിൻ്റെ കുപ്പി ഒന്ന് കട്ട് ചെയ്ത്
ബുള്ളറ്റിൻ്റെ ഓര് മാറുന്നതാണ്, ഓര് വരുന്നതാണ്. ഇതെങ്ങനെ ഡയറക്റ്റായിട്ട് മുറിച്ച് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ടിന്നറി ഇടുമ്പോൾ നമുക്ക് ഓറിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇളക്കി മാറ്റണം, അല്ലെങ്കിൽ ഓറിങ്ങൊക്കെ പൊടിഞ്ഞു പോകും. ഈ ഓറിങ്ങൊക്കെ ഉരി മാറ്റുക. ഇവിടെ ഈ സ്ക്രൂ ഇപ്പോൾ ഇളക്കി വെച്ചേക്കുക, ടൈറ്റായിരുന്നു. ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ഇളക്കണം. ഇപ്പോൾ ഇതിനകത്തൊക്കെ ഓറിങ് വരും. അപ്പോൾ ടിന്നറിനകത്ത് നമ്മൾ ഈ ഓറിങ്ങൊക്കെ പൊടിഞ്ഞു പോകും, ഓവർഫ്ലോ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ജെറ്റൊക്കെ മാറായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഈ ഓറിങ് പോയാലും ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കും. ചില വണ്ടിക്കും ഈ ഓറിങ് എല്ലാ വണ്ടിക്കും നമ്മൾ ഓവർഫ്ലോയ്ക്ക് വേണ്ടി ഇളക്കുന്ന വണ്ടിക്കെല്ലാം കാർബറേറ്റർ, ഏത് വണ്ടി കാർബറേറ്റർ ഇളക്കുന്നോ ആ വണ്ടിയുടെ എല്ലാം ഈ സ്ക്രൂ ഇളക്കുക. ഈ സ്ക്രൂ ഇളക്കി ഈ ഓറിങ് കൊണ്ടുപോകാൻ നോക്കണം. കാരണം ഈ ഓറിങ് പൊടിഞ്ഞു പോയാലും ഓവർഫ്ലോ നിൽക്കത്തില്ല, ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും കാർബറേറ്ററിൻ്റെ പ്രശ്നമാണെന്ന് കാർബറേറ്റർ മാറും. ചിലവർ ഓവർഫ്ലോ ജെറ്റ് മാറിയിട്ട് സെറ്റ് ചെയ്യും, എന്നാലും ഓവർഫ്ലോ നിൽക്കത്തില്ല. ഈ ഒരു ഓറിങ്ങിൻ്റെയാണ് ആ പ്രശ്നം. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് കൂടി ആ കൂട്ടത്തിൽ ഇളക്കി ആ ഓറിങ് ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ടിന്നറിനകത്ത് ഇടുന്നതുകൊണ്ട് ഞാനിത് ഇളക്കുക, അല്ലെങ്കിൽ ഇത് ടിന്നറിനകത്ത് കിടന്ന് ഇത് ഓറിങ് ചില പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇളക്കി അതിനകത്ത് ഇടും. മാറി വെക്കാനാണ് ഞാൻ സംസാരം ക്ലിയറാണ്. ഇങ്ങനെ നമ്മൾ ഇടുക. ഇത് ഇടരുത്, ഇത് നമുക്ക് ക്ലിഞ്ച് എടുക്കാം. ഇതാണ് ജെറ്റ്, മൊത്തം അടവ. ഈ ജെറ്റ് ഇടുക, ഈ ജെറ്റ് ഇട്ടോ. ഈ ജെറ്റ് നമുക്ക് ക്ലിഞ്ച് എടുത്താൽ മതി. ഈ ഓറിങ് നമുക്ക് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓറിങ് മൊത്തം വരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിത് ഇളക്കുന്നില്ല. ഇത് കണ്ട കാർബറേറ്ററിൻ്റെതെല്ലാം ഇളക്കിയിട്ടുണ്ട്. ഈ ഒരു ഓറിങ് കൂടെ നമുക്ക് ഇളക്കാം. അവിടെ ഓറിങ്ങൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എയർ പിടിക്കും, സ്ലോ സ്പീഡ് കയറി ഇറങ്ങിയിരിക്കും. എല്ലാ വണ്ടിക്കും ഞാൻ പറഞ്ഞ ഒരു എല്ലാ വീഡിയോയിൽ പറയുന്നതാണ്. ഓറിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ പാക്കിങ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പണി കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്ലോ സ്പീഡ് കയറി ഇറങ്ങി ഓടും, കറക്റ്റ് ആവത്തില്ല. ഓറിങ്ങി ഇതിനകത്ത് വരുന്ന പാക്കിങ്ങിന് എല്ലാം ചെക്ക് ചെയ്യുക. പാക്കിങ് എൻ്റെ ഓഡിയോ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ക്ഷമിക്കുക. മൈക്കില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് മൈക്ക് പതുക്കെ കൊണ്ട് മേടിക്കാം. ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വണ്ടിയുടെ സൗണ്ടും ഓട്ടോമാറ്റിക് ചോക്കാണ്, അതുകൊണ്ട് നമുക്ക് ഇളക്കാം. ഇത് എൻഡോർക്കിൻ്റെ കാർബറേറ്ററാണ്, ഇളക്കാം. ഇതൊക്കെ സ്ക്രൂ ഒക്കെ ടൈറ്റായിട്ട് ഇളക്കി വെച്ചിട്ടാണ് ഒരു വന്നതല്ല, ഒരുപാടായിരുന്നു. ഇത് മേപ്പോട്ട് ഇങ്ങനെ പൊക്കിയാൽ മതി കേട്ടോ. ഈ സ്ക്രൂ ഇളക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട്. ഇത് വയറാൻ കട്ട ഇട്ടേക്കുക. ചോക്ക് കിട്ടുവാണെങ്കിൽ മേടിച്ച് മാറാം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇളക്കാൻ. ഓറിങ്ങളൊക്കെ ഇളക്കി. അപ്പം വേറെ ഒന്നുമില്ല അതിനകത്ത് ഇളക്കാൻ വേണ്ടി, പൊടിഞ്ഞു പോകുന്നൊന്നുമില്ല, എല്ലാം ഇളക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളങ്ങനെ ഡയറക്റ്റായിട്ട് ടിന്നകത്ത് ഇടുക. ഇത്രേ ഉള്ളൂ. വെച്ച് മാറ്റി വയ്ക്കും. ടിന്നറ് ഒഴിക്കുകയാണ്. ഇങ്ങനെ ഒഴിച്ചു വയ്ക്കുക. ഒഴിച്ചു വെച്ചുകൊണ്ട് 1 ലിറ്റർ ഇത്രയും മേടിക്കണം, എന്നാലും മുങ്ങി നിൽക്കത്തുള്ളൂ. അപ്പോൾ പാതി ഉള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ട് മുങ്ങി നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 1 ലിറ്റർ കൂടി മേടിക്കും. 1 ലിറ്റർ മേടിക്കുമ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫില്ലായി നിന്നോളും. ഈ കാർബറേറ്റർ ഫുള്ളും ഇങ്ങനെ മുങ്ങി നിന്നോളും. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. ഇത് കുറച്ച് നേരം ഇരുന്നാൽ മതി. ഇത് വലിയ അഴുക്കില്ലായിരുന്നു. ചില വണ്ടിക്കൊക്കെ ഒരുപാട് അഴുക്കാം. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇട്ട് വയ്ക്കും. ഇനി അടുത്ത ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണിക്കാം.